നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മളുള്ളത് ഗാങ്ടോക്കിൽ 0 പോയിന്റിലാട്ടോ. നമ്മൾ നാത്തുല പോകാൻ വേണ്ടിയിട്ട് പാസ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെയാണ് അതിൻ്റെ ഓഫീസ് കേട്ടോ. നമുക്ക് നേരിട്ട് പ്രൈവറ്റ് വണ്ടിക്ക് പാസ് ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ട്രാവൽ ഏജൻസി ത്രൂ ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി ഇന്നലെ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ നാത്തുല പോകാനുള്ള പാസ് കാര്യങ്ങളൊക്കെയാണ് ഇത്. നാത്തുല ഉച്ചക്ക് നമുക്ക് ഉച്ചക്ക് എത്ര മണിക്കാണ് മുന്നേ 1 മണിക്ക് മുന്നേ നമുക്ക് നാത്തുല കവർ ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരു ടൈമിംഗ് ഉണ്ട് ഇതിനകത്ത്. ഇവിടെ ബാക്കി നമുക്ക് സുലൂക്ക് സൈഡിലേക്കൊക്കെ പോകാനുള്ളത്, പിന്നെ ബാബാ മന്ദിർ സൈഡിലൊക്കെ പോകാനുള്ളത്, അതിനൊക്കെ പെർമിറ്റാണിത്. ടോട്ടലി നമുക്ക് ഒരു 5 ദിവസത്തെ പെർമിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി 2500 കൊടുത്തിട്ടുണ്ട്. ഏജൻറ്റിൻ്റെ കമ്മീഷൻ എടുക്കാം കേട്ടോ. അപ്പം പിന്നെ ഇത് കുറച്ച് അധികമാണെന്ന് വെച്ചാൽ ഇതാ പെർ ഹെഡ് 200 വരുന്നത്. ബട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലല്ലോ. ബാക്കി ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരാക്കി. എന്തായാലും നമ്മൾ നാതുലയിലേക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങൾ നാതുലേൻ്റെ കാണാം കേട്ടോ. അധികം ആൾക്കാർ പോവാത്തതാണ്. ഇവിടെ കുറേ CC ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങാം. കുറച്ച് എണ്ണ അടിക്കാൻ വേണ്ടി കയറിയത് കേട്ടോ. ഇനി അങ്ങോട്ട് പെട്രോൾ പമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ റിസ്ക് എടുക്കണ്ടല്ലോ വെറുതെ. നമ്മുടെ സ്വന്തം വണ്ടിയും കൊണ്ട് എല്ലാവർക്കും ഒന്നും വണ്ടി പോകാൻ പറ്റില്ല. കാരണം വണ്ടിയുടെ CC ഒരു വേരിയറാണ് കേട്ടോ. 1500 CCക്ക് മുകളിൽ ഇല്ല വണ്ടി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും പോവാണ്. നമുക്ക് പോകാൻ പറ്റൂല എന്ന് വിചാരിച്ചാട്ടാ. പക്ഷേ ലാസ്റ്റ് മൊമെന്റ് നമ്മളെ വണ്ടി എന്താ പറയുക 2500 CC ആയതുകൊണ്ട് പറ്റുന്നില്ലത് എനിക്ക് ലാസ്റ്റ് മൊമെന്റ് അറിയാൻ പറ്റിയത്. അപ്പോൾ ട്രാവൽ ഏജൻസിയിൽ ചോദിച്ച സമയത്ത് അവരാട്ടോ പറഞ്ഞത് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് എന്നുള്ളത്. എന്തായാലും രക്ഷപ്പെട്ടു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി കേട്ടോ. സ്ഥലങ്ങളൊക്കെ നമ്മളെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ സ്ഥലങ്ങളൊക്കെ മാറി തുടങ്ങി. നമ്മൾ സിക്കിമിലെല്ലാം കണ്ട പോലെ ഒരുപാട് ഫ്ലാഗ് കാണാൻ പറ്റും. പെട്ടോ നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്നില്ല, ഇഷ്ടം പോലെ ടിബറ്റൻ ഫ്ലാഗ്സ് ഉണ്ട് കേട്ടോ. വണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഓവർ ഹീറ്റിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു കൂളൻ്റ് ലീക്ക് ഉണ്ട്. സംഭവം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാതാ തിളച്ചിട്ട് ഓവർ ഹീറ്റ് കാണിക്കുന്നുണ്ട്. തെർമോസാറ്റ് അങ്ങനെ ആണെന്ന് അറിയില്ല. എന്തായാലും കുഴപ്പമില്ല. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റും കേട്ടോ. ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ നമുക്ക് എവിടെയെങ്കിലും കാണിച്ചു നോക്കാം. എന്തായാലും ഇവിടുന്ന് എന്തായാലും കാണിക്കുന്നില്ല. ഇവിടെ കാണിക്കാനൊരു ഓപ്ഷനൊന്നുമില്ല. തിരിച്ചു പോകാൻ പറ്റില്ല നമുക്ക്. എന്തായാലും രണ്ടും കളിപ്പിച്ച് ആസാം വരെ എന്തായാലും പോകണം. അത് നമുക്ക് പോവാം, കുഴപ്പമൊന്നുമില്ല. ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ചോറും കറിയെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടാണ് വന്നിന് കേട്ടോ. ഗാങ്ടോക്കിൽ ഇങ്ങനെ 9 കിലോമീറ്റർ തിരിച്ചു പോകാൻ കേട്ടോ. നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് മെല്ലെ നീങ്ങാന്ന് വെച്ചിട്ടാണ്. വണ്ടി ഒന്ന് തണുക്കട്ടെ. വണ്ടി തണുത്ത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്ന് ഞാൻ നല്ല കാല് കൊടുത്തിട്ട് ഇത്രയും സമയം കയറി വന്നത്. നല്ല കയറ്റായിരുന്നു. പെട്ടെന്ന് ഓഫാക്കി വണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം പോയതാന്ന് തോന്നട്ടാ. വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് ഒരു നല്ല ഗ്യാരേജ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് അയച്ച് റേഡിയേറ്ററിലൊന്നും ഒന്ന വഴി നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ഇതുപോലെയുള്ള അടിപൊളി കാഴ്ചകൾ മാത്രം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് കാഞ്ചൻജംഗ വ്യൂ പോയിന്റ് കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ കോടയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇങ്ങോട്ടുള്ള റോഡ് കാര്യങ്ങളൊക്കെ BRO തന്നെ കേട്ടോ നിർമ്മിക്കുന്നത്. BROന്റെ റോഡുകളാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉണ്ട്. അടിപൊളി റോഡുകളാണ്. നമ്മളിപ്പോൾ ലഡാക്ക് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാലും ഒരുവിധം എല്ലാ റോഡും ഇപ്പം നന്നായിട്ടുണ്ട് കേട്ടോ. വലിയ അങ്ങനെ ഓഫ് റോഡ് എന്ന് പറയാൻ എക്സ്ട്രീം ഓഫ് റോഡൊന്നും വലിയ എവിടെ ഇല്ല. അതുപോലെ തന്നെ അടിപൊളി റോഡുകളാണ്. അവരെ സമ്മതിക്കണം കേട്ടോ. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഇതിലെ കൂടെയുള്ള റോഡ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ പണിയാണ്. ഈ മലയെല്ലാം പൊട്ടിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം. അത് തന്നെ ഒരു വലിയൊരു പണിയാണ്. വേണ്ട എന്ത് മനോഹരമായ റോഡാന്ന് നോക്കിയേ. നമ്മളെ കാശ്മീർ വഴിയൊക്കെ പോയ ആ ഒരു സെയിം ഫീലുള്ള റോഡാട്ടോ. നല്ല ക്ലീൻ, നീറ്റ് ആൻഡ് ക്ലീൻ റോഡുകളാണ്. നമുക്ക് ബോർഡ് കാണാൻ പറ്റും. ലേക്കിലേക്ക് നമുക്ക് 11 കിലോമീറ്റർ. അതുപോലെ നാത്തുല അങ്ങോട്ടെല്ലാം 26 കിലോമീറ്റർ കേട്ടോ. ബാബാ മന്ദിർ 27. ഇതൊക്കെ അടുത്തടുത്താണ്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ലേക്കാണ് കേട്ടോ. സോംഗോ ലേക്കാണ് ഫസ്റ്റത്തെ പോയിന്റ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നാത്തുല വരുന്നത് കേട്ടോ. നാത്തുല കഴിഞ്ഞിട്ടാണ് പിന്നെ ബാബാ മന്ദിർ വരുന്നത്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയിൽ ഇതൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് പോകാൻ. നമ്മുടെ നാട്ടിൽ പശുവെല്ലാം മേയുന്ന പോലെ ഇവിടെ ഇഷ്ടംപോലെ യാക്കിനെ കാണാൻ പറ്റും. എല്ലാ മലയിലും കാണാൻ ഇഷ്ടംപോലെ യാക്കുകൾ കേട്ടോ. യാക്ക് ഭയങ്കര സൈസാണ്. അടുത്തുനിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു സൈസ് മനസ്സിലാവും കേട്ടോ. നല്ല സൈസ് ഉണ്ട്.
ഒരുപാട് നമുക്ക് കാണാൻ പറ്റും യാക്കിനെ ഇവിടെ. യാക്ക് ഉണ്ട് കേട്ടോ, റോഡ് സൈഡിൽ തന്നെയാണ്. എന്താ അതിൻ്റെ സൈസ്, യാ മോനെ. നമ്മളെ ബീഫൊന്നൊന്നല്ല, ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ ഇവിടെ കിട്ടുമെങ്കിൽ ഒന്ന് ട്രൈ. അങ്ങനെ നമ്മൾ തെസ്മോ ലേക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ റോപ്പ് വേ ഉണ്ട്. റോപ്പ് വേയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ പോയിട്ട് കാഴ്ചകൾ കാണാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും ഹയസ്റ്റ് റോപ്പ് വേ എന്നുള്ള എഴുതിയിട്ടുണ്ട്. 14,500 ഫീറ്റ് മുകളിലാണ്. പിന്നെ ഇതാണ് നമ്മളെ ലേക്ക് കേട്ടോ. ലേക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ അവിടെ മറ്റേ ഐ ലവ് തെസ്മോ മറ്റിതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. വണ്ടി ഇവിടെ ഇങ്ങനെ സൈഡാക്കി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേ പോയിട്ട് കയറാം കേട്ടോ. പിന്നെ യാക്കെല്ലാം ഉണ്ട് ഇവിടെ. യാക്കിൻ്റെ റൈഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അണ്ണനിതാ യാക്കിനെ നോക്കി അയറക്കണമെന്നുണ്ട്. ഇവിടെ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് റോപ്പ് വേയിലെ കാണാൻ പറ്റും കേട്ടോ. എന്തായാലും നമ്മൾ റോപ്പ് വേ ഒന്നും പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ലേക്കൊക്കെ കണ്ടിട്ട് പോകും കേട്ടോ. യാക്കുണ്ട് ഇവിടെ. നല്ല തണുപ്പ് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് പിന്നെ ക്യാപ്പെല്ലാം എടുത്തിട്ടു. ടെമ്പറേച്ചർ ഇപ്പോൾ 13 ഉള്ളത്. അപ്പോൾ ഇനി റെഡ്യൂസ് ആകും കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എന്തായാലും ലേക്കിൻ്റെ ആ വ്യൂ പോയിന്റ് വരെ ഒന്ന് പോയി തരാം കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ലേക്ക് വരുന്നത് ഇതാണ്. നല്ല രസമാണ് കാണാൻ. ഫുള്ള് മഞ്ഞും നല്ല തണുപ്പും. കൈകൾക്കൊക്കെ ആ തണുപ്പ് അറിയാനുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. കൊള്ളാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ഫോട്ടോയിൽ എടുക്കുന്ന ഒരു പോയിന്റ്. ഇവിടെ നമുക്ക് ബോർഡ് കാണാൻ പറ്റും. സോംഗോ ലേക്ക്. ടീ സൈലൻ്റ് ആണ് കേട്ടോ. സോംഗോ എന്നാണ് വായിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ അങ്ങനെയാണ്. അപ്പോൾ ഫുള്ള് കോട വന്നിട്ട് ആ ഭാഗത്തേക്കുള്ള വിസിബിലിറ്റി ഫുള്ള് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നാത്തുലയിലേക്ക് വിടും കേട്ടോ. നാത്തുല ടൈം റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ അധിക സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നാത്തുല കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ വേണോ സ്പെൻഡ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. ഇവിടെ ജസ്റ്റ് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. വലിയൊരു സംഭവമായിട്ടുള്ള ലേക്ക് എന്നല്ല, ജസ്റ്റ് നമുക്ക് കാണാത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചു പോവാണ്. ഈ ലേക്കിൽ നിന്ന് നേരെ നമുക്കിനി റൈറ്റ് സൈഡ് ഈ കാണുന്ന റോഡിൽ തന്നെ പോകണം കേട്ടോ. റൈറ്റ് സൈഡിലേക്ക്, നാത്തുലയിലേക്ക്. പിന്നെ അവിടെ ടൈമിങ് കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അധിക സമയം പിന്നെ സ്പെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് നാത്തുല പോയി ജസ്റ്റ് 2 ഫോട്ടോ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ നമുക്ക് സുലൂക്ക് സൈഡിലേക്ക് പോകണം കേട്ടോ. ഇതിപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് സംശയമുണ്ട്. നമ്മൾ പെർമിറ്റ് കുറേ ദിവസത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ബാബാ മന്ദിറിൻ്റെ അവിടെയൊക്കെ ആയിട്ട് സ്റ്റേ അടിക്കാം. ഇന്ന് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഒരു ഹോണ്ടഡ് സ്ഥലമല്ലേ, നോക്കാം എന്താവുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം കേട്ടോ. ഇവിടുന്ന് നേരെ നമ്മളെ പാസിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കുകയാണ്. നേരെ പോവാം കേട്ടോ നമ്മളെ പാസിലേക്ക്. ലേക്ക് കഴിഞ്ഞു. ലേക്കിലൊന്നും അധികം ടൈം സ്പെൻഡ് ചെയ്യാനില്ല. അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ആകെ കുറച്ച് യാക്കുണ്ട്. യാക്കിൻ്റെ മുകളിൽ ജസ്റ്റ് നമുക്ക് ഒന്ന് വേണമെങ്കിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാം. അതിനുള്ള പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ നേരെ അടുത്ത സ്ഥലം പിടിക്കുന്നു. നമ്മളതാ അങ്ങനെ നാത്തുല പാസ് എത്തിയിട്ടുണ്ട്. നാത്തുലാൻ്റെ ഏറ്റവും ടോപ്പിലല്ല കേട്ടോ. ഇതൊരു ബാക്കിയുള്ള പാസുകൾ നമ്മൾ ഇതുവരെ കണ്ട പോലെ വലിയൊരു പാസ്സൊന്നുമല്ല. ഒന്നാമതിപ്പം മഞ്ഞ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ബോർഡ് ഇവിടെ കാണാൻ പറ്റും. നാത്തുല 14,140 ഫീറ്റ്. അത്യാവശ്യം ഹൈറ്റിലാണ് കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് അത്യാവശ്യം ഉണ്ട്. അങ്ങനെ ഒടുവിൽ നമ്മളിതാ ഇൻഡോ ടിബറ്റൻ ബോർഡറിൽ എത്തിയിട്ടാ. ഈ വഴിയാണ് നമ്മൾ മാൻസറോവർ യാത്രയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ കുറേ പ്രൊസീജിയർ ഉണ്ട്. ശരിക്കും നല്ലൊരു മഞ്ഞുകാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്താ പറയുക, നമുക്ക് പിടിച്ച് നിൽക്കണേ കുറച്ച് പണിയാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ ലേ ലഡാക്കൊക്കെ പോയ പോലെ ആയിരിക്കും. അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. ഇപ്പം തന്നെ അത്യാവശ്യം തണുപ്പുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഓക്സിജനും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്തിട്ടാണ് വന്നത്. ഈ മുന്നിൽ കാണുന്ന ബിൽഡിങ് കാര്യങ്ങൾ ചൈനേൻ്റെ കേട്ടോ. നമുക്ക് ഫ്ലാഗ് അവിടെ കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് കടക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുപോലെ പിന്നെ
ഇവിടുന്ന് ജസ്റ്റ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ അങ്ങനെ അലൗഡല്ല കേട്ടോ. നമുക്ക് അതിൻ്റെ മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല, നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആണ് കേട്ടോ. അങ്ങനെ നാദുലൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി കേട്ടോ. ഫുള്ള് മഞ്ഞുമുടി. കുറച്ച് ടൂറിസ്റ്റ് വെഹിക്കിൾ മാത്രമേ ഉള്ളൂ. എല്ലാം പിന്നെ CC കൂടിയ വണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. 1500 CCക്ക് മുകളിലുള്ള വണ്ടി മാത്രം ഇങ്ങോട്ട് അലൗഡുള്ളൂ. എല്ലാം ഇന്നോവ ക്രിസ്റ്റ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ നാദുല എന്നുള്ളൊരു സ്വപ്നവും കൂടെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് മാനസരോവർ യാത്രകളും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലെ കൂടെ പോകാൻ പറ്റും. പക്ഷേ കുറേ ഉണ്ട്, പണികളുണ്ട്. എന്തായാലും എപ്പോഴെങ്കിലും അതെല്ലാം ചെയ്യാം. ഇവിടുന്ന് ഇനി നമുക്ക് പോകേണ്ടത് സുലൂക്ക് റൂട്ടാട്ടോ. സുലൂക്കിലേക്ക് പോകുന്ന വഴിക്കാണ് നമുക്ക് ബാബ ഹർഭജൻ സിംഗിൻ്റെ മന്ദിർ കാര്യങ്ങളൊക്കെ ഉള്ളത്. 2 മന്ദിറുണ്ട്, ഒരു പുതിയതുണ്ട് പഴയതുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ പോവാം. അതുപോലെ സുലൂക്കിൽ ഹെയർ പിൻസ് അതൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളിലേക്കാണ് അടുത്തത് പോകുന്നത്. എന്ത് രസമാണ് നോക്കി ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ. ഒരു ചെറിയ ലേക്ക് കാര്യങ്ങളൊക്കെയാണ്, അടിപൊളി കേട്ടോ. എൻ്റെ സൈഡിലേ വേണം നമുക്ക് ഇറങ്ങി പോകാൻ. ഇനി അങ്ങോട്ട് പൊളി. ഈ റൂട്ടാണ് സുലൂക്കിൽ പോകുന്നത്. സുലൂക്കിൽ ഇതിലും നല്ല ഹെയർ പിൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട് കാണാനുണ്ട്. ഫയറിങ്ങിൻ്റെ ഒച്ചയൊക്കെ കേട്ടാക്ക പാട്ട മിലിറ്ററിക്കാർ പൊട്ടിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ പ്രശസ്തമായ നമ്മുടെ ബാബ മന്ദിറിൻ്റെ വിശേഷങ്ങളും ബാക്കി സുലൂക്കിലേക്കുള്ള കാഴ്ചകളെല്ലാം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. See you in the next video.